താങ്ക് യു ആൾ, വെൽ ഡൺ. മെക്സോൻ്റെ പ്രത്യേകത നിങ്ങളെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇല്ലേ? ഓരോ വ്യക്തികളും ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം, ഇതിൻ്റെ ഫലങ്ങളൊക്കെ തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഗുണഭോക്താക്കളും ഉപഭോക്താക്കളുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദേശം മെക്സോൻ നിങ്ങൾ എങ്ങനെയാണ് ഒരു മാലയെ പോലെ കൂട്ടി ഇണക്കി കിട്ടുന്നത് അല്ലേ? മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ നിങ്ങൾക്ക് വലിയ പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആണോ അല്ലേ? ശരിയാണോ? നിങ്ങളൊരു എക്സസൈസിൽ ഇവിടെ വരികയും ഒരു 15-20 മിനിറ്റ് 25 മിനിറ്റ് സ്വന്തം ശരീരത്തിന് വേണ്ടി നിങ്ങൾ വ്യായാമം ചെയ്യുകയാണ്. നിങ്ങൾ സ്വന്തം ശരീരത്തിന് വേണ്ടിയാണ് വ്യായാമം ചെയ്യുന്നതെങ്കിൽ പോലും അതും ഒരു വലിയൊരു ചാരിറ്റിയാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഈ ഒരു എക്സസൈസ് വഴി നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവരെ പുഷ്ടിപ്പെടുത്തുകയാണ്, അതിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ സ്വയം ഒരു ചാരിറ്റി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അല്ലേ? ഏറ്റവും ഹെൽത്ത് ഈസ് വെൽത്ത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മെസ്സേജ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമുക്ക് ഉപയോഗിക്കുന്ന സമയം വെറും 25 മിനിറ്റ് അല്ലേ? ഒരു 25 മിനിറ്റാണ് നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന 24 മണിക്കൂറാണ്. 24 മണിക്കൂറിനകത്ത് 1440 മിനിറ്റാണ്. അതിനകത്ത് വെറും 2% ടൈം അല്ലേ? 1440ൻ്റെ 2% 28 മിനിറ്റ് അല്ലേ? 2%. പക്ഷെ നമ്മൾ ആ 2%, അപ്പോൾ നമ്മൾ ആ ടൈമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് 100 രൂപ തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് വെറും 2 രൂപയാണ്. ഈ 2 മിനിറ്റ്. അപ്പോൾ ദൈവം 100 രൂപ തന്നിട്ട് 2 രൂപ നിങ്ങൾ ചിലവഴിക്കുകയാണ്. ബാക്കി 98% സമയവും നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂഡ് ടൈം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ പഠിച്ച കാര്യം ഇപ്പോൾ ഒരുപാട് ഫീഡ്ബാക്ക്സ് എടുത്താൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വന്നിട്ടുണ്ടാവും. ആണോ അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ ശാരീരികമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുക. നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് കൂടുതൽ ആളുകളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക. കാര്യം നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഒരാൾക്കൊരു ആരോഗ്യം ഉണ്ടാക്കുന്ന വഴി നിങ്ങൾ വലിയൊരു നന്മയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നന്മയുടെ ഉപഭോക്താക്കളായിട്ട് അതിൻ്റെ പ്രചാരകനുമായിട്ട് എല്ലാവരും നിങ്ങൾ മാറി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് കൂടുതൽ ആളിലേക്ക് മെസ്സേജുകൾ എത്തിച്ചുകൊണ്ട് ഇതിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് നമുക്കൊക്കെ വെറും ഒരു രാവിലത്തെ ഈ മോർണിംഗ് സമയം അല്ലേ? മറ്റു പലപ്പോഴും നമ്മൾ കടന്നുറങ്ങി ഒഴിവാക്കുന്ന നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം വാല്യുബിൾ ടൈമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നന്മകൾ മാത്രമാണ് നമുക്ക് മെക്സോനിൽ കൂടെ സാധ്യമായിട്ട്. ഈ കൂട്ടായ്മ വളർന്നു തോറും തന്നെ നിങ്ങൾക്ക് അറിയാം നന്മകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വ്യക്തി ജീവിതത്തിലും ഫാമിലി ജീവിതത്തിലും സാമൂഹ്യ തലങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ കഴിയും. നമുക്ക് നമ്മുടെ നാടുകളിൽ വേണ്ട വൃദ്ധസദനങ്ങളിൽ ഇതേപോലെ മെക്സോൻ സെൻറ്ററുകൾ ഉത്ഭവിച്ച് വരുന്നതിൽ കൂടി നമുക്ക് ഡയാലിസിസ് സെൻറ്ററുകളെ ഒഴിവാക്കാൻ സാധ്യമായിട്ടുണ്ട്. ഡയാലിസിസ് സെൻറ്ററിൽ പോകുന്ന ആളുകളെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ പാലിയേറ്റീവ് കെയറുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പിടിച്ചു നിർത്താൻ സാധ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ മെസ്സേജ് കൂടുതൽ ആളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വിപുലപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും എത്തിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അവർക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ജീവിതത്തിലെ നല്ലൊരു ശതമാനം സമയം ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സൈനിക സേവനത്തിലെ ഒരു ഉപവിഭാഗത്തിൽ വർക്ക് ചെയ്ത് റിട്ടയർമെൻ്റായി നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി ബാല്യകാലത്തിലെ സുഹൃത്തുക്കളെ ഒന്നും കാണാനില്ല, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന ആളുകളൊന്നുമില്ല. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ അങ്ങോട്ട് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്നേഹത്തോടെയൊക്കെ ചേർന്ന് നിൽക്കാനും എല്ലാവരെയും ചേർത്ത് നിർത്താനും അതോടൊപ്പം വ്യായാമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടും എൻ്റെ നാടിനു വേണ്ടി എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്നതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ചിട്ടയായ ജീവിതക്രമത്തിൽ നിന്ന് ഒപ്പിയെടുത്ത 7 പ്രധാന ബ്രാഞ്ചായ യോഗയും എയറോബിക്കും ഫിസിയോതെറാപ്പിയും ഡീപ്പ് ബ്രീത്തിങ്ങും അക്യുപ്രഷറും മെഡിറ്റേഷനും ഫേസ് മസാജിങ്ങും അടങ്ങിയിട്ടുള്ള ഈ ഒരു സംവിധാനം 21 ഇനം വ്യായാമങ്ങൾ 21 മിനിറ്റിൽ തീർക്കുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ലോകത്തിന് സമ്മാനിച്ചതാണ് യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ മനസ്സ്, ജനങ്ങൾക്ക് സൗജന്യമായി ഇത് എത്തിച്ചു കൊടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത മാത്രമല്ല ഈ കഴിഞ്ഞ വർഷങ്ങൾക്കകം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലഭിച്ചിട്ടുള്ള ഒരുപാട് ആരോഗ്യ ബെനിഫിറ്റുകൾ, ഓപ്പറേഷൻ പറഞ്ഞ രോഗികൾക്ക് അതില്ലാതെ, അതേപോലെ തന്നെ ഒരിക്കലും ഡോക്ടർമാർ മാറില്ലെന്ന് വിധി എഴുതിയ അസുഖം മാറിയത്, ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ജിദ്ദയിൽ നിന്ന് വന്ന ലേറ്റസ്റ്റ് ഫീഡ്ബാക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പോസ്റ്റ് ആക്സിഡൻറ്റ് സിൻഡ്രം ഉണ്ടായിരിക്കും, അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ആൾക്ക് റിലീഫ് കിട്ടിയതടക്കം
ഒരുപാട് പേർക്ക് ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകാനും ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് കുടിച്ച് വെറുതെ ടെൻഷനും ഡിപ്രഷനുമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വലിയൊരു മോചനം നൽകി സമൂഹത്തിന് നല്ലൊരു സന്ദേശം അദ്ദേഹം നൽകി. അത് ഏറ്റുപിടിക്കാനാണ് ഞാൻ അബ്ദുറഹ്മാൻ ഹാജി സാഹിബ് വരുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. ഈ പരിപാടിക്ക് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഒരുപാട് പേർ യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ നിങ്ങളെപ്പോലെ ഓരോരുത്തരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മെക്സവൻ ഒരു ചരിത്ര സംഭവമായി മാറിയത്. സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ശക്തിപ്പെടുകയും നമുക്ക് ആരോഗ്യമുണ്ടാവുകയും അതോടൊപ്പം തന്നെ മഹത്തായ ഒരു സന്ദേശം നമ്മൾ ഈ ചെയ്യുന്ന എക്സസൈസ് കണ്ടിട്ട് കുറേ പേരിൽ അതിലേക്ക് കടന്നു വരാനും നിങ്ങളും നിങ്ങളെ കുടുംബവും കടന്നു വരാനും ഒക്കെ സാധ്യത ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ കടമയും കർത്തവ്യമാണ് നമ്മോടും നമ്മളെ നാടിനോടും നമ്മൾ ചെയ്യുന്നത്. ജീവൻ ലൈഫ് പാർട്ട്ണർ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയും വൈഫാണ്, അച്ഛനാണ്, അമ്മയാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ ലൈഫ് പാർട്ട്ണർ നമ്മളെ ശരീരമാണ്. ശരീരം നമ്മളോടൊപ്പം വേണം. ഫിറ്റുള്ളൊരു ശരീരം നമുക്കുണ്ടെങ്കിൽ, നമ്മളെ ശരീരം നമുക്ക് എല്ലായ്പ്പോഴും മനസ്സെത്തുന്നിടത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ജീവിത വിജയം. നിങ്ങളെ ജോലി തിരക്കിൻ്റെയും മറ്റ് എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും നമ്മൾ പൂർണ്ണമായും അവഗണിക്കുന്നത് നമ്മളെ ലൈഫിൻ്റെ പാർട്ട്ണറായിട്ട് കൂടെയുള്ള ശരീരമാണ്. അപ്പോൾ ആ ശരീരത്തെ പൂർണ്ണമായി സജ്ജമാക്കുകയും ലോകത്തിന് മഹത്തായ സന്ദേശം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം ആരംഭിച്ച് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മളൊക്കെ വിവിധ സംഘടനക്കാരാണ്, വിവിധ ആളുകളാണ്. ഒരുപക്ഷെ ഇതിലും വലിയ ഗാദറിങ്ങിലൊക്കെ നമ്മൾ പങ്കെടുക്കും. പക്ഷെ ആ പങ്കെടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ അതേ ചിന്താധാര മാത്രമുള്ള ഒരു സമൂഹവുമായിട്ടാണ് നമ്മൾ സംവദിക്കുന്നത്. അതേ സ്ഥാനത്ത് എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജാതിക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ഒക്കെ ആ സംഘടനാ വ്യത്യാസമൊക്കെ നിങ്ങളൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് കയറി വന്നതുപോലെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ഒരു 30 മിനിറ്റ് സമയം സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുക. ഹൃദയത്തോട് ഹൃദയം കൂടി മനസ്സുകൾ പരസ്പരം ചേർന്ന് നിന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. എന്നെപ്പോലെ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളവനും. ഏത് സംഘടനക്കാരനാവട്ടെ, രാഷ്ട്രീയക്കാരനാവട്ടെ, മതക്കാരനാവട്ടെ, ആരോഗ്യം സംരക്ഷിച്ച് സ്നേഹത്തോടെ നമുക്ക് എല്ലാ വ്യത്യാസങ്ങളും വൈചിത്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഒരുമിക്കാൻ സാധിക്കുമെന്ന ഒരു പൂക്കളം തീർക്കുമ്പോൾ അതിൽ വിവിധങ്ങളായ പൂക്കൾ വരും അല്ലേ? അതല്ല അതിൻ്റെ ഭംഗി. ഒരു പൂക്കളം ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക പൂവ് മാത്രമല്ല. അപ്പോൾ എല്ലാവരെയും അതുപോലെ നിർത്താനും ചേർത്ത് നിർത്താനും ലോകം സ്നേഹത്തിൻ്റെ ഒരു പുതിയ മാർഗത്തിലേക്ക് വീണ്ടും വരേണ്ടതുണ്ട് ഈ കാലുഷ്യം നിറഞ്ഞ കാലഘട്ടത്തിൽ. അപ്പോൾ അതിനുതകുന്ന മഹത്തായ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടക്കുക. സത്യസന്ധമായും നീതിയുക്തമായിട്ടും കാര്യങ്ങൾ ചെയ്യുക. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും നിങ്ങളവിടെ വരും, ആ സമയത്ത് നമുക്ക് സംവദിക്കാം. എന്നെ ശ്രവിച്ച ഈ പരിപാടിയിലേക്ക് പങ്കെടുത്ത നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് കടന്നു വന്ന, നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ കടന്നു വന്നത്. ബാക്കി കുടുംബവും മറ്റുള്ളവരൊക്കെ നിങ്ങൾ അസുഖമായി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പരിചരിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ അല്ലേ? പരിചരിക്കാൻ മാത്രം കുടുംബത്തിന് സാധിക്കും. വേദന സഹിക്കേണ്ടതാരാ? നമ്മൾ. പൈസ ചെലവാക്കേണ്ടതാരാ? നിങ്ങളെ യൗവനം മുഴുവൻ കൊടുത്തിട്ട്, നിങ്ങളെ വയസ്സ് കൊടുത്തിട്ട്, നിങ്ങളെ ആരോഗ്യം കൊടുത്തിട്ട് നിങ്ങൾ സമ്പാദിച്ച പണം ഒരു മാസം ICUയിൽ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ, കിടക്കേണ്ടി വന്നാൽ അങ്ങനെ വരാതിരിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോയോ? 40 കൊല്ലത്തെ 50 കൊല്ലത്തല്ല, കിടപ്പാടം വരെ പോയ ഉദാഹരണമില്ലേ? ഒരു അരമണിക്കൂർ ഫിറ്റ്നസ് ആയാൽ ശരീരത്തിന്, അത് തന്നെ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ്, നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ്. ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, നമ്മൾ ആർക്കും ഭാരമാവാതിരിക്കുക. ഏതായാലും മഹത്തായൊരു ആയാമത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വക്താക്കളായ നിങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ടും എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. ഇനി നിങ്ങളെ കൂടെയുള്ള ആളെ കൈയൊന്ന് പിടിച്ചോളൂ. വെരി ഗുഡ്. കൈയൊന്ന് പിടിച്ചു നോക്കൂ. പിടിച്ചു തൊട്ട് ആളെ ഷോൾഡറിലൊന്നും എല്ലാം ടച്ച് ചെയ്ത് പറയും ഐ ആം ഹാപ്പി. ഈ പിടുത്തമെന്ന് പറയുമ്പോൾ ഹൃദയബന്ധങ്ങൾ ഒന്നാവാം. നോക്ക്, ഐ ആം ഹാപ്പി പറഞ്ഞോളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്ന് ഷോൾഡറിൽ തട്ടിക്കൊടുക്ക്. ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി. ചിരിച്ചുകൊണ്ട് മുഖത്ത് ചിരി വരട്ടെ. വെരി ഗുഡ്, ഐ ആം ഹാപ്പി. വെരി ഗുഡ്, വെരി ഗുഡ്, ഐ ആം ഹാപ്പി. ഓക്കെ. ചിരി എന്ന് പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. മനുഷ്യന്റെ പവർ കൂട്ടാൻ, മനുഷ്യന്റെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വലതിനെ മാറ്റി ഇടത് കൈ കൊണ്ട് ചെയ്യുന്നു. 2 ഹെമിസ്ഫിയറും ഒരേ സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ ബ്രെയിൻ ആക്റ്റീവ് ആവുന്ന, നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായാൽ തന്നെ നമ്മൾ എനർജറ്റിക് ആയി. ഇനി നോക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻഷനോ സ്ട്രെസ്സൊക്കെ എല്ലാവർക്കും വരും. ലോകത്ത് ഏതൊരാൾക്കും ടെൻഷനും സ്ട്രെസ് ഇല്ലാത്തതില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള 2 ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും കൈയൊന്ന് ഇങ്ങനെ വെക്ക്. ഓക്കെ, വെരി ഗുഡ്. അതാ നിങ്ങൾ കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്ന
എൻ്റെ 2 വർഷം നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് നമ്മൾ ഇവിടെ ഈ 2 സൈഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെല്ലെ സ്നേഹത്തോടെ തലോട്ടം. നമ്മുടെ ബോഡി നമ്മൾ ധാരാൻ്റെ അല്ല, വളരെ സ്നേഹത്തോടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. ആ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് വളരെ സാവധാനം ബ്രീത്തിങ് എടുക്കണം. നോക്ക്, ഒരു 10 തവണ ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഷൻ, നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ആൻസൈറ്റി ഒക്കെ റെഡ്യൂസ് ആവാം. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്ക്, വളരെ സാവധാനം വിടുക. ഓക്കെ, സ്റ്റാർട്ട്. പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, 1 more. ഓക്കെ, ഗുഡ് ഗുഡ്. ഇത് നിങ്ങൾക്ക് ചെയ്യാം. ഇത് 10 തവണ നിങ്ങൾ ബ്രീത്ത് എടുക്കുന്നു, വളരെ സാധനം പ്രസ് ചെയ്യുന്നു. ഇത് നമ്മുടെ സ്ട്രെസ്സിനെ, നമ്മുടെ ആൻസൈറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്കൊക്കെ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നമ്മൾ സാധാരണ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഓഫീസിലിരിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു മൂഡ് ഓഫ് ആവാണ്, ഒന്ന് ആക്റ്റീവ്നെസ് ഇല്ല, കുട്ടികളോട് ദേഷ്യം വരികയാണ്, അല്ലെങ്കിൽ സങ്കടം വരികയാണ്, അല്ലെങ്കിൽ ചെയ്യുന്ന വർക്കിൽ ഒരു ആക്ടിവിറ്റീസ് ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിമുലേറ്റീവ് എക്സസൈസാണ്. ഒന്നല്ലാതെ കൈ എൻഡൊക്കെ ഒന്ന് പ്രസ് ഈ പറയുന്ന എൻഡിൽ നമ്മുടെ ബ്രെയിനായിട്ട് കണക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഇത് പ്രഷർ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന് വളരെ ഹാപ്പിനെസ് കിട്ടുക. ചെയ്തോളൂ, ഒന്ന് പ്രസ് ചെയ്ത് നോക്ക്. നിങ്ങൾക്കെല്ലാം എഫക്റ്റ് അറിയാൻ പറ്റും. അതാ ഓരോ എൻഡിലും നിങ്ങൾക്കൊന്ന് പ്രസ് ചെയ്യാം. നോക്ക്, കൃത്യമായിട്ട് നിങ്ങൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ വിരലിൻ്റെ എൻഡിലും. സർ, യു പ്രസ് ദ എൻഡ്. ഓക്കെ, ഇത് ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സെൻറ്റർ ഒന്ന് പ്രസ് ചെയ്തോളൂ. സെൻറ്റർ ഇതാ, ഈ സെൻറ്റർ നിങ്ങൾക്ക് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം, കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അതാ ഇതുപോലെ നിങ്ങൾ അടുത്ത വിരലും നിങ്ങൾ ചെയ്യുന്നു. അടുത്ത വിരലും നിങ്ങൾക്ക് ചെയ്യാം. ഇതാ അടുത്ത വിരലും ചെയ്യാം. ഓക്കെ, ഗുഡ്. ഓരോ നന്നായിട്ട് പ്രസ് ചെയ്യാം. ഇത് നിങ്ങളൊരു 5 മിനിറ്റ് നിങ്ങൾ ചെയ്താൽ, ഇതിന് സമയം വേണ്ട, നമ്മളെ മനസ്സിനെ റിഫ്രഷ് ചെയ്യാണ്, നമ്മുടെ ബോഡിയെ റിഫ്രഷ് ചെയ്യാൻ ഇത് 2 കൈയിലും ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഏറ്റവും ലാസ്റ്റത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും ചിരിക്കുക എന്ന ഹൃദയബന്ധങ്ങൾ. കൈയൊന്ന് ലോക്കാക്കിക്കോളൂ, നിങ്ങളെ കൈകളൊന്ന് ലോക്കാക്കി, പരസ്പരം നിങ്ങളെ കൂടെയുള്ളവരെ നിങ്ങളൊന്ന് ലോക്കാക്കിക്കോ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ റൂമിലുള്ളവരെ ഒക്കെ കാണുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് ഒന്ന് കൈ പിടിക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന 2 ഹോർമോൺസിന് പേരാ പറഞ്ഞു. ഏതാ? ഓക്സിറ്റോസിനും ഓക്സിറ്റോസിനും. ടച്ചിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഡോപ്പമിൻ ഒക്കെ വരികയാണ്. ഇവിടെ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അമ്മ മാറോട് ചേർക്കുമ്പോൾ കുട്ടിയിൽ ഉണ്ടാവുന്ന സന്തോഷം നിങ്ങൾ എത്ര നോക്ക്. നിങ്ങൾ പരസ്പരം കൈ പിടിച്ചപ്പോൾ നിങ്ങളുടെ മുഖത്തൊക്കെ അറിയാതെ ഞാൻ ഒറ്റക്കല്ല എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ സ്ട്രോങ് ആക്കണം. റെഡിയാണോ? അത് നമ്മൾ സ്ട്രോങ് ആക്കുമ്പോൾ ഇവിടെ ഒന്ന് വിടണം, ഈ ഗ്യാപ്പ് മുന്നോട്ട് വരാണ്. ഓക്കെ, ഇനി നിങ്ങളും ഇവിടെ ഒന്ന് വിടണം, കാരണം ഒന്ന് മുന്നിലേക്ക് ഞാൻ വരത്തും. ഇവിടെ ഒന്ന് നിങ്ങൾ ആ കൈ ഒന്ന് വിടണം. ഓക്കെ, നമുക്ക് ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ചിരിക്കാൻ പോകണം. ചിരി നാച്ചുറലായിട്ട് വരണം. ആ നാച്ചുറലായിട്ട് ചിരി വരുമ്പോൾ നമ്മുടെ ലൈഫിൽ വളരെ ഹാപ്പിയാവും. റെഡിയല്ലേ? ഓക്കെ, നമ്മളുടെ ചിരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാവുകയാണ്. ആ ഒന്നാവണ സമയത്ത് എല്ലാവരും ഇവിടെ വന്ന് കൈവെക്കുന്നു, തിരിച്ച് ബാക്കോട്ട് പോകുന്നു. എന്ന് വെച്ചാൽ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഒരേ സമയത്ത് വർക്ക് ചെയ്യാം. നോക്കാം. ഓക്കെ, ചിരിച്ചുകൊണ്ട്. ഓക്കെ, ഒന്ന് ചിരിച്ചുകൊണ്ട് വാ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വൺ മോർ. ഇനി ഞാൻ സിസ്റ്റം ഒന്ന് മാറ്റാം. യാഹു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൈ മുകളിലോട്ട് ഉയർത്തിയിട്ടാണ് പൊട്ടിച്ചിരിക്കേണ്ടത്. ഓക്കെ, യാഹു യാഹു യാഹു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അവസാനിപ്പിക്കാൻ 2 മിനിറ്റേ തന്നിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു. ഹൃദയബന്ധങ്ങൾ ഒന്നാവുക. ഓക്കെ, ഈ സജീവ കൂട്ടായ്മ ഹൃദയബന്ധങ്ങൾ അടുക്കുവാനും മനസ്സിനെ റിഫ്രഷ് ചെയ്യാനും ഇന്ന് മുതൽ നിങ്ങൾ ആലോചിക്കേണ്ടത് മനസ്സിനെയാണ് നമ്മൾ റിഫ്രഷ് ചെയ്യേണ്ടത്. ഓരോ സെക്കൻഡ് മനസ്സ് ചിരിച്ചുകൊണ്ടിരുന്ന, മനസ്സ് ഹാപ്പി ആയിക്കൊണ്ടിരുന്ന അത് ബ്രെയിൻ ഏറ്റെടുക്കും. ബ്രെയിൻ വർക്ക് ലൈക്ക് ആസ് എ മാഗ്നറ്റ്. നമ്മൾ എപ്പോഴും എന്നാണ് ചിന്തിക്കുന്നത്, ദാറ്റ് വിൽ ഹാപ്പൻ. സോ സ്റ്റാർട്ട് ടുഡേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.